Hi guys, so we have reached the final section of T.S. Eliot's The Wasteland, the fifth section. ഈ ഒരു സെക്ഷനിൽ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത് ആ ഒരു കംപ്ലീറ്റ് മീനിങ്ലെസ്നെസ് അല്ലെങ്കിൽ ഹോപ്പ്ലെസ്നെസ് ഇങ്ങനെയുള്ള നെഗറ്റീവ് ഇമേജറീസ് ആയിരുന്നു. സോ ലെറ്റ്സ് ഹോപ്പ് ദാറ്റ് T.S. Eliot ends this poem with a hope. 5 സെക്ഷനായിട്ട് തിരിച്ചപ്പോൾ 5 എലമെൻസിൻ്റെ കാര്യം പറഞ്ഞു. ഇവിടെ എർത്ത്, എയർ, ഫയർ, വാട്ടർ കഴിഞ്ഞ് വരുന്ന എലമെൻ്റാണ് സ്പിരിറ്റ്. സോ ദർ ഈസ് സം കൈൻഡ് ഓഫ് സ്പിരിറ്റ് എലമെൻറ്റ് ഓർ like spirituality being referred to, and we think that this poem clearly ends with a hope because ഹോപ്പിൽ അവസാനിക്കാത്തൊരു പോയം എന്ന് പറയുമ്പോൾ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ലൈക്ക് ദിസ് പോം ഡസൻ ഹാവ് എൻ എൻഡിങ്. ഇത്രയും നേരം കംപ്ലീറ്റ് ഇത് മീനിങ്ലെസ് ആണ്, ദിസ് വേൾഡ് ഇസ് റൂയിൻഡ്, ഒരു കൾച്ചർ പോയി, അല്ലെങ്കിൽ ഹോപ്പ്ലെസ് ആണ്, എവ്രി വൺ ഈസ് ലിവിങ് എ പേർപ്പസ്ലെസ് ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്ലിയർ റീസൺ കൊടുക്കാണ്ട് അല്ലെങ്കിൽ ഒരു ഹോപ്പ് കൊടുക്കാണ്ട് അല്ലെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ കൊടുക്കാണ്ട് T.S. Eliot ഇത് അവസാനിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു മീനിങ്ലെസ് പോയം ആവില്ലേ. സോ ദിസ് പോം ഷുഡ് ബി മീനിങ് ഫുൾ. അതുകൊണ്ട് തന്നെ ദിസ് സെക്ഷൻ വാട്ട് ദ തണ്ടർ സെഡ് ക്ലിയർലി ടെൽസ് അവർ ഹോപ്പ് ഓർ the hope which he gives to the world. Let's see what it is. After the torchlight red on sweaty face, after the frosty silence in the garden, after the agony in stony place, the shouting and the crying, prison and play, and reverberation of thunder of spring over distant mountains, he who was now living is now dead. We who were living are now dying with a little patience. ഇവിടെ ഒരു ഹോസ്റ്റൈൽ ഇമേജ് ആണ് ക്ലിയർ ആയിട്ട് പറയുന്നത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ. പക്ഷേ ഇറ്റ്സ് ടെലിംഗ് അബൌട്ട് ക്ലിയർലി ജീസസ് ക്രൈസ്റ്റ്. ഹീ ഹൂ വാസ് നൗ ലിവിങ് ഈസ് നൗ ഡെഡ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ നമുക്ക് ജീസസ് ക്രൈസ്റ്റിൻ്റെ ഇമേജറി നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഫസ്റ്റ് സ്റ്റാൻസയിൽ തന്നെയല്ലേ നമ്മളിപ്പോഴും നിൽക്കുന്നത്, ഫസ്റ്റ് സെക്ഷനിലെ ഫസ്റ്റ് സ്റ്റാൻസയിൽ, ബിക്കോസ് ദാറ്റ് കൈൻഡ് ഓഫ് നോ റിസറക്ഷൻ, നോ റീബർത്ത് തന്നെയല്ലേ നമുക്ക് ഇവിടെയും കാണാൻ പറ്റുന്നത്. ലീവ് ചെയ്തിരുന്ന ഒരാൾ ഡെഡ് ആയി എന്ന് പറയുമ്പോൾ ദർ ഈസ് നോ ഹോപ്പ് ഓഫ് റിസറക്ഷൻ എന്നുള്ളൊരു തോട്ടിലേക്കാണ് നമ്മൾ പിന്നെയും പോകുന്നത്. ആൻഡ് ദർ ഇസ് വൺ മോർ തിങ്, T.S. Eliot റെഫേഴ്സ് ദ സ്പ്രിങ്. വീണ്ടും ഫസ്റ്റ് സെക്ഷനിൽ ഫസ്റ്റ് സ്റ്റാൻസ ഏപ്രിലിൽ നിന്ന് തുടങ്ങി, അതായത് സ്പ്രിങ്ങിൽ നിന്ന് തുടങ്ങി സ്പ്രിങ് സമ്മർ ദെൻ ഓട്ടം വിൻ്റർ ദെൻ കെയിം എഗൻ സ്പ്രിങ്. ആ ഒരു കംപ്ലീറ്റ് സൈക്കിള് അവിടെ കംപ്ലീറ്റ് ആവുകയാണ്. സോ ദാറ്റ് image is also seen. And we who were living are now dying എന്ന് പറയുമ്പോൾ വിത്ത് എ ലിറ്റിൽ പേഷ്യൻസ് എന്ന് പറയുമ്പോൾ ലിവിങ് ഡെഡ്, വാക്കിംഗ് ഡെഡ് തന്നെയാണ് പിന്നെയും കാണുന്നത്. വീണ്ടും നോ ഹോപ്പ് ഓഫ് റിസറക്ഷൻ ഓർ റീബർത്ത് വാട്ട്സോ എവർ. ആൻഡ് ആ ഒരു നമ്മുടെ ഷ്യൂരിറ്റി, വെയിറ്റിംഗ് ആൻഡ് വണ്ടറിങ് വേർ ദർ ക്യാൻ ബി എ റിസറക്ഷൻ ഓർ റീബർത്ത് ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ബിക്കോസ് വി ആർ നോട്ട് ഷുവർ ആ ഒരു റീബർത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ നമ്മൾ ജീവിക്കുന്നതും ആ ഒരു ഹാഫ് ഡെഡ് സ്റ്റേറ്റിലാണ്. സോ നമ്മുടെ ഡെത്ത് എന്ന് പറയുമ്പോഴും ആ ഒരു സ്ലോ പേസ്ഡ് സംഭവമായിരിക്കും. വിത്ത് എ ലിറ്റിൽ പേഷ്യൻസ് എന്ന് പറയുന്നത് ആ ഒരു ഐറണിക് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. ലൈക്ക് എന്തിനോ വേണ്ടി ജീവിക്കുന്നു എന്നുള്ളൊരു കൈൻഡ് ഓഫ് തിങ്, പേർപ്പസ്ലെസ്നെസ് ആണ് വീണ്ടും അവിടെ സൂചിപ്പിക്കുന്നത്. ഹിയർ ഇസ് നോ വാട്ടർ ബൈ ബട്ട് ഓൺലി rock and no water and the sandy the road winding above among the mountains, which are mountains of rock without water. If there were water, we should stop and drink. ഇവിടെ വെള്ളം ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൽക്കണം, കുടിക്കണം. പക്ഷെ they can't find that water because it's like they can't find hope. ക്രൈസ്റ്റ് അദ്ദേഹത്തെ തന്നെ വിശേഷിപ്പിക്കുന്നത് ലിവിങ് വാട്ടർ എന്നാണ്. സോ വാട്ടർ ഡിനോട്ട്സ് ഹോപ്പ്. പക്ഷേ ഇവിടെ ദർ ഇസ് നോ വാട്ടർ ടു ബി ഫൗണ്ട് മീൻസ് ദർ ഇസ് നോ ഹോപ്പ്. ആ ഒരു റെഫറൻസ് ആണ്. പിന്നെ നമുക്ക് വേറൊരു റെഫറൻസ് കൊടുക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൈബിളിലെ മോസസിൻ്റെ അടുത്ത് ജീസസ് ഇൻസ്ട്രക്ട്സ് ടു ഹിറ്റ് ഓൺ ദ റോക്ക് ആൻഡ് ഹി ജസ്റ്റ് ഹിറ്റ്സ് വിത്ത് ഹിസ് കെയിൻ ഇൻ ഹിസ് ഹാൻഡ് ആൻഡ് റോക്ക് പിളർന്നിട്ട് വെള്ളം വരികയാണ്. പക്ഷേ ഇവിടെ റോക്ക് മാത്രമേ ഉള്ളൂ, ബട്ട് ഓൺലി റോക്ക് എന്നാണ് പറയുന്നത്. അത് പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും റോക്കേ ഉണ്ടാവുള്ളൂ. ഇവിടെ ഇഫ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതായി ഇഫ് ദർ വാസ് എ സേവിയർ ഫിഗർ ഫോർ ദം എന്നതാണ്. ആൻഡ് ദ കമ്മിങ് ഓഫ് ദ സേവിയർ ഫിഗർ
or the hope for the savior figure is completely seen. അതാണ് ആ ഒരു സ്പിരിറ്റ് എലമെൻറ്റിൻ്റെ ഏൻഷ്യൻറ്റ് സ്പിരിറ്റ് എലമെൻറ്റിൻ്റെ ആ ഒരു സിഗ്നിഫിക്കൻസ് ഇവിടെ വരുന്നത്. ഈ സ്റ്റാൻസ് തീർന്നിട്ടില്ല. എമംഗ്സ് ദ റോക്ക് വൺ കനോട്ട് സ്റ്റോപ്പ് ഓർ തിങ്ക്. Sweat is dry and feet are in the sand. If there were only water amongst the rock, dead mountain, mouth of curious teeth that cannot spit. Here one can neither stand nor lie nor sit. There is not even silence in the mountains, but dry sterile thunder without rain. There is not even solitude in the mountains, but red sullen faces sneer and snarl from those of mud cracked house. വീണ്ടും മീനിങ്ലെസ് ഹോപ്പ്ലെസ് സിറ്റുവേഷൻസിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ബിക്കോസ് ഫീറ്റ്സ് ആർ ഇൻ ദ സാൻഡ് എന്ന് പറയുന്നതൊക്കെ കംപ്ലീറ്റ് ഇൻസ്റ്റെബിലിറ്റീനെയാണ് കാണിക്കുന്നത്. പേർപ്പസ്ലെസ് ആയിട്ടുള്ളൊരു സംഭവമാണ് നമുക്കിവിടെ ഇമേജ് കൊണ്ടുവരുന്നത്. പിന്നെ വൺ ക്യാൻ നൈദർ സ്റ്റാൻഡ് നോർ ലൈ ഓർ സിറ്റ് എന്നൊക്കെ പറയുന്നത് ആ ഒരു ആങ്ക്വിഷ് നേച്ചറിനെ, ആങ്സൈറ്റീനെ സൂചിപ്പിക്കുന്ന സംഭവമാണ്. ബിക്കോസ് they have no hope, because there is no savior for them. They don't believe in savior. So at mild thought of rebirth വരെ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണ്. പിന്നെ ഡ്രൈ സ്റ്റെറൈൽ എന്നൊക്കെ പറയുന്നത് ലൈക്ക് നോ ഗ്രോത്ത് ഹാപ്പനിങ്, നോ ഹോപ്പ് ബീങ് ഫൗണ്ട് വിത്തൗട്ട് റെയിൻ. തണ്ടർ ഉണ്ട് പക്ഷെ റെയിൻ ഇല്ല. തണ്ടർ ഈസ് ഓൾവേസ് അക്കമ്പനീഡ്, ഷുഡ് ഓൾവേസ് ബി അക്കമ്പനീഡ് ബൈ റെയിൻ. പക്ഷേ ഇവിടെ തണ്ടർ ജസ്റ്റ് സ്റ്റാൻഡ് സ്റ്റിൽ. ഇറ്റ്സ് ലൈക്ക് എൻ അൺഫുൾഫിൽഡ് ഹോപ്സ് ബീങ് സീൻ. നമ്മൾ ജസ്റ്റ് നടന്നുകൊണ്ടിരിക്കും ഇൻ അവർ സർക്കിൾ ഓഫ് ലൈഫ്, ബട്ട് നത്തിങ് ജസ്റ്റ് ഹാപ്പൻസ്. ദർ ഇസ് നോ ടൈം ടു തിങ്ക് എന്ന് പറയുന്നത് ലൈക്ക് വി ജസ്റ്റ് ഗോ ഓൺ ആൻഡ് ഓൺ മീനിങ്ലെസ്ലി ഇൻ ദിസ് ഡെഡ് ലാൻഡ് വെർ വി ആർ ഓൾ വാക്കിംഗ് ഡെഡ്. പിന്നെ നൈദർ സ്റ്റാൻഡ് നോർ ലൈ നോർ സിറ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡ് മീൻസ് സ്റ്റാൻഡ് ഫോർ അവർ ബിലീഫ് ആയിരിക്കാം. നോർ ലൈ എന്ന് പറയുന്നത് ലൈക്ക് അവർ നോ ഐ ഡോണ്ട് കെയർ ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം. ലൈക്ക് സിറ്റ് എന്ന് പറയുന്നത് സിറ്റ് ആൻഡ് മെഡിറ്റേറ്റ് ആൻഡ് തിങ്ക് ദ റൈറ്റ് തിങ് വാട്ട് ടു ഡു എന്നുള്ളത്. വി ജസ്റ്റ് ഗോ ഓൺ വാക്കിംഗ്. ആൻഡ് നെക്സ്റ്റ്, ഇഫ് ദ വേർ വാട്ടർ, വീണ്ടും ഒരു ഹോപ്പ് കൊടുക്കുക. ആൻഡ് നോ റോക്ക്. ഇഫ് ദ വേർ റോക്ക് ആൻഡ് ഓൾസോ വാട്ടർ, ആൻഡ് വാട്ടർ സ്പ്രിംഗ് എ പൂൾ എമംഗ്സ് ദ റോക്ക്. ഇഫ് ദ വേർ ദ സൗണ്ട് ഓഫ് വാട്ടർ, ഓൺലി നോട്ട് ദ cicada ആൻഡ് ഡ്രൈ ഗ്രാസ് സിംഗിങ്, but sound of water over a rock, with the hermit thrush sing and the pine trees drip drop drip drop 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 drop, but there is no water. So if there is water എന്ന് പറഞ്ഞു തുടങ്ങി, there is no water എന്ന് ആ ഒരു തോട്ടിനെ തന്നെ TS Eliot just eliminate ചെയ്ത് കളയാണ്, telling that there is no water. So there is no hope എന്നുള്ള രീതി. ഇതേ വേസ്റ്റ്ലാൻഡാ. ഇവിടെ എല്ലാവരും വാക്കിംഗ് ഡെഡാണ്. ഇവിടെ വാട്ടർ ഉണ്ട് എന്ന് നമ്മൾ ആഗ്രഹിച്ചിരിക്കുകയുള്ളൂ. ദാറ്റ് ഫാർ ഡിസ്റ്റിങ്ക്റ്റ് ഡിസയറാണ് നമ്മുടെ മൈൻഡിൻ്റെ. ദാറ്റ് ഈസ് നെവർ ഗോണ ഹാപ്പൻ എന്നുള്ളൊരു രീതിയിലാണ്. പിന്നെ വാട്ടർ സ്പ്രിംഗ് പൂൾ എന്നൊക്കെ പറയുന്നത് ആ ഒരു ബിബ്ലിക്കൽ റെഫറൻസ് ആണ്. ദൈവം വെള്ളത്തിൻ്റെ അടുത്ത് വെച്ചിട്ട് കുറേ മാജിക് മീൻസ് ലൈക്ക് ദാറ്റ് കൈൻഡ് ഓഫ് കാര്യങ്ങൾ, ഡിവൈൻ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റോറീസാണ്, ബിബ്ലിക്കൽ റെഫറൻസസ് ആണ്. ഹീലിംഗ് പ്രോസസ്സ് കാണിക്കുന്ന കുറേ കാര്യങ്ങളാണ് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വീണ്ടും ആലോചിക്കാൻ പറ്റുന്നൊരു സാധനം എന്താണെന്ന് വെച്ചാൽ ഹെർമിറ്റ് ത്രഷിൻ്റെ സോങ്. നമ്മൾ നൈറ്റിംഗേലിൻ്റെ സോങ് കേട്ടു, ബട്ട് ഇറ്റ് വാസ് മോർ ലൈക്ക് ഹാർഷ് വൺ, ജഗ് 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 ജഗ്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കൂടിയും സൂത്തിങ് ടു ഹിയർ ആണ്. സോ വി ഹോപ്പ് ദാറ്റ് ദിസ് കോൺട്രാസ്റ്റിംഗ് ഇമേജ് ഓഫ് ഹെർമിറ്റ് ത്രഷ് വിത്ത് ദ നൈറ്റിംഗേൽ ഈസ് എ പോസിറ്റീവ് വൺ. ഒരു പോസിറ്റീവ് വൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റൂ എന്ന് നോക്കാം. ഈവൻ ദോ ദേ സേ ദാറ്റ് there is no hope for resurrection, let's hope that there is some resurrection going to happen. So who is the third who walks always beside you? When I count, there are only you and I together, but when I look ahead up the white road, there is always another one walking besides you, gliding wrapped in a brown mantle. Who did? I don't know whether a man or a woman, but who is that on the other side of you? ഒരു somewhat spiritual image, and of course it's the spirit of Jesus Christ. Who is the third who walks always besides you? ആരാണ് നിങ്ങളൊപ്പം നടക്കുന്ന ആ ഒരു മൂന്നാമത്തെ? We are just two. Here says only you and I together. ഈ ടുഗദർ എന്നുള്ള വാക്ക് നമ്മൾ ഇതുവരെ കേട്ടിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല. ബിക്കോസ് എവ്രി വൺ വാസ് ഇൻ സോളിറ്റ്യൂഡ്, എവ്രി വൺ വാസ് അലോൺ, സെൽഫിഷ്.
പക്ഷെ ഇവിടെ ഒരു ടുഗെദർ ഇമേജറി കൊണ്ടുവരുമ്പോൾ ഒരു ചെറിയൊരു ഹോപ്പ് വരികയാണല്ലേ നമുക്ക്. ഐ ആൻഡ് യു ടുഗെദർ എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു കുട്ടി ഹോപ്പ്. ഓക്കെ, സോ ഒരു തേർഡ് പേഴ്സൺ അവിടെ ഒപ്പം നടക്കുകയാണ് എന്ന് പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് ആ ഒരു പ്രസൻസ് മനസ്സിലാവുന്നില്ല എന്നാണ് പറയണത്. സോ ഇറ്റ്സ് ലൈക്ക് ടി.എസ്. എലിയറ്റ് റെഫറിങ് ടു ദാറ്റ് തിങ്. ദർ ഈസ് ഓൾവേസ് സമൺ ഹൂ ഈസ് വിത്ത് അസ്, പക്ഷെ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് ദ ഫസ്റ്റ് എവിഡൻസ് ഓഫ് സംതിങ് ഗുഡ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. നമുക്കത് കാണാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഒപ്പം അങ്ങനൊരു ആൾ നടക്കുന്നില്ല, എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് വി ഹു ആർ ലാക്കിംഗ് ദാറ്റ് സ്പിരിച്വൽ ഇൻസൈറ്റ്. നമ്മുടെ ആ ഒരു സ്പിരിച്വൽ ഇൻസൈറ്റ് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു വ്യക്തി അവിടെ കാണാൻ പറ്റാത്തത് എന്നാണ് പറയുന്നത്. ആൻഡ് ക്ലിയർലി ദാറ്റ് അപ്പിയറൻസ് tells about Jesus Christ itself. There is always another one walking beside you, gliding wrapped in a brown mantle hooded. ഇവിടെ ബ്രൗൺ മാൻറ്റൽ ഹൂഡഡ് എന്നൊക്കെ പറയുമ്പോൾ we can see that man with white dress with brown scarf over his head, and that Christ image is clearly shown. One of the most spiritual part of this poem. ഇത് വൺ ഓഫ് ദ മോസ്റ്റ് സ്പിരിച്വൽ പാർട്ട് ഓഫ് ദ പോയം ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഓക്കെ, നെക്സ്റ്റ് ലൈൻസ്. വാട്ട് ഈസ് ദാറ്റ് സൗണ്ട് ഹൈ ഇൻ ദ എയർ, murmur of maternal lamentation? Who are those hooded hordes swarming over endless plains, tumbling in cracked earth, ringed by the flat horizon? Only what is the city over the mountains? Cracks and reforms and worst in the violet air, falling tower, Jerusalem, Athens, Alexandria, Vienna, London, unreal. വീണ്ടും ഒരു വീൽ ഇമേജറീസ് ഒക്കെ ഇവിടെ കൊണ്ടുവരാണ്. സ്റ്റാർട്ടിങ്ങിലെ നമുക്കൊരു ലാമെൻറ്റേഷനെ കുറിച്ചിട്ട് സൂചിപ്പിക്കേണ്ട. ആൻഡ് ദാറ്റ് മൈറ്റ് ബി ലൈക്ക് മർമർ ഓഫ് മെറ്റേണൽ ലാമെൻറ്റേഷൻ എന്നാണ് പറയുന്നത്. ഈ മെറ്റേണൽ ലാമെൻറ്റേഷൻ ക്യാൻ ബി 2 or 3 തോട്ട്സ് കൊടുക്കാൻ പറ്റും. ഫസ്റ്റ് വുഡ് ബി മെറ്റേണൽ എന്ന് പറയുമ്പോൾ മദർ മേരി ലാമൻസ് ഓവർ ഹർ ലോസ്റ്റ് സൺ അണ്ടർ ദ ക്രോസിൻ്റെ താഴെ ഇരുന്നിട്ട്, ഫുട്ട് ഓഫ് ദ ക്രോസിൽ ഇരുന്നിട്ട് ഷീ ഈസ് ലാമെൻറ്റിങ് ഓവർ ഹർ ലോസ്റ്റ് സൺ. ഓർ ഇറ്റ് ക്യാൻ ബി മദേഴ്സ് ലാമെൻറ്റിങ് ഓവർ ദെയർ ഡെഡ് സൺസ് ആൻഡ് ഡോട്ടേഴ്സ്. വേൾഡ് വാർ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ബിഗ് ലോസ് സംഭവിച്ചു. സോ ദാറ്റ് വേൾഡ് വാർ 1 കോസ് ചെയ്തിട്ടുള്ള ആ ഒരു ലാമെൻറ്റേഷനെ നമുക്ക് സൂചിപ്പിക്കാൻ പറ്റും. ആൻഡ് വാട്ട് വി സീ ഈസ് ദാറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ വാട്ട് വി സീ ഇസ് വേൾഡ് വാർ 1 സ്വീപ്പിംഗ് അക്രോസ് യൂറോപ്പ്, ഡിസ്ട്രോയിങ് എവ്രിതിങ്. എന്തൊക്കെയാണ്? ഏൻഷ്യൻ്റ് ആൻഡ് മോഡേൺ സിറ്റീസ് എല്ലാം നശിച്ചു എന്നാണ് പറയുന്നത്. ദാറ്റ്സ് വൈ ഹി ഈസ് ടെല്ലിങ് അബൌട്ട് ജെറുസലേം, ഏതൻസ്, അലക്സാൻഡ്രിയ, the ancient cities and the Vienna and the London, the modern cities. And of course he describes one thing, unreal. അതായത് അതിൻ്റെ ഒരു മാസ്റ്റർ പീസാണ് വീണ്ടും ഒരു അൺറിയൽ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ വീണ്ടും നമുക്കൊരു എല്യൂഷൻ കാണാൻ പറ്റും. ലൈക്ക് ഒരു ജർമ്മൻ റൈറ്റർ ആയിട്ടുള്ള ഒരു ഹെർമൻ ഹെസ്സെ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ്റെ എസ്സേ ദ ഡൗൺഫോൾ ഓഫ് യൂറോപ്പിലേക്ക് ഉള്ളൊരു എല്യൂഷനായിട്ട് നമുക്കിതിനെ എടുക്കാം. നെക്സ്റ്റ് സ്റ്റാൻസ എന്ന് പറയുന്നത് ഒരു ഗോത്തിക് ഗ്രോട്ടോസ്ക് ഇമേജ് ആണ് ഇവിടെ കൊണ്ടുവരുന്നത്. കംപ്ലീറ്റ് അബ്സേർഡ് ആയിട്ടുള്ള ഒരു ഗോത്തിക് ഇമേജറീസ് വെച്ചിട്ടുള്ള ഒരു പാര. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത്രയും കൂടി സമാധാനമായിട്ട് പോവാം. ഓക്കെ. എ വുമൻ ഡ്രൂ ഹർ ലോങ് ബ്ലാക്ക് ഹെയർ ഔട്ട് thigh and fiddled whisper music on these strings and pat with baby face in the violet light, whistled and beat their wing and crawled head downwards down a blackened wall and upside down in air were towards tolling reminiscence bell that kept the hours and voice singing out of empty crystal and exhausted wheels. ഇവിടെ വീണ്ടും ആ ഒരു ഗ്രോട്ടോസ്ക് ഇമേജ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ലൈക്ക് ഒരു വുമൻ ആ ഒരു ലോങ് ബ്ലാക്ക് ഹെയർ എടുത്തിട്ട് അത് പുൾ ചെയ്തിട്ട് ഫിഡിൽ വായിക്കുക. ആ ഒരു ഗോത്തിക് ഇമേജറീസ്, ബേബി ഫേസ് ബാത്സ് എന്നൊക്കെ പറയുന്നത് ഒരു സൂപ്പർഫിഷ്യൽ പ്ലഷർ കാണിക്കുന്നതാണ്, നമ്മുടെ ഒരു മോൺസ്ട്രസ് ഇമേജിങ് കാണിക്കുന്നതാണ്. പിന്നെ എന്താ ഹെഡിങ് ഡൗൺവേർഡ്, ബാറ്റ് കീഴായി കിടക്കുന്നതോടെ നമ്മളുടെ ആ ഒരു ലൈഫ് തലകീഴായി കിടക്കുന്നത് പോലെയാണ്. ഹൊറിഫൈങ് മ്യൂസിക് ഓഫ് ഡാമിനേഷൻ കേൾക്കാം. ടോളിങ് റെമിസെൻറ്റ് ബെൽ എന്ന് പറയുന്ന ഒരു ഡെപ്ത് ടോൾ പോലെ നമുക്ക് സിംബലൈസ് ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് സൊസൈറ്റീസ് ഡിക്ലൈനാണ് കാണുന്നത്.
ഒരു വലിയ വലിയ മണിമാളികകൾ അല്ലെങ്കിൽ വലിയ ടവേഴ്സ് പോലും അപ്സൈഡ് ഡൗൺ ആയിട്ട് തലകീഴായി നിൽക്കുക എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഡിസ്ട്രക്ഷനെ കാണിക്കാനാണ്. ലൈക്ക് വി ആർ ഹെഡഡ് നോവർ ഗുഡ് ഇൻ ദിസ് വേസ്റ്റ് ലാൻഡ് എന്ന് ക്ലിയർ ആയിട്ട് നമ്മൾ എങ്ങോട്ടും എത്തിപ്പെടാൻ പോണില്ല, ഹോപ്പ്ലെസ്, മീനിങ്ലെസ്, നത്തിങ്നെസ്സിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ക്ലിയർ ആയിട്ട് പറയുന്നതാണ്. ബട്ട് ദർ ഇസ് സ്റ്റിൽ സംതിങ് going on in Wasteland. എന്താണ്? In this decay hole among the mountain, in the faint moonlight, the grass is singing over the tumbled graves. About the chapel, there is the empty chapel. Only the wind's home. It has no windows and doors swing. Dry bones can harm no one. Only a cock stood on the roof tree. Cocorico, cocorico. In a flash of light, then a damn guest bringing rain. ബ്രിങ്ങിങ് റെയിൻ എന്ന് അവസാനിക്കുകയാണ് അല്ലേ? കംപ്ലീറ്റ് ഹോപ്പായി എന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ദർ ഇസ് സം കൈൻഡ് ഓഫ് ഡോൺ, സംതിങ് ടെലിങ് അബൌട്ട് ദ ലൈറ്റ് ആൻഡ് ദ റെയിൻ. ഒരു പുതിയ പുലരി, ഡോൺ, ലൈറ്റ് റൈസിങ്, റെയിൻ കമ്മിങ്, ഇതെല്ലാം ഒരു ഹോപ്പ് തരുന്ന ഇമേജറീസ് ആണ്. ബട്ട് വാട്ട് അബൌട്ട് ദ എംപ്റ്റി ചാപ്പൽ? എംപ്റ്റി ചാപ്പൽ എന്ന് പറയുമ്പോൾ അവിടെ ഒരു കംപ്ലീറ്റ് ഹോപ്പ്ലെസ്നെസ് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ലോസ് ഓഫ് സ്പിരിച്വാലിറ്റി അല്ലേ കാണിക്കുന്നത്? യെസ്, കംപ്ലീറ്റ് ലോസ് ഓഫ് സ്പിരിച്വാലിറ്റി ആണ് ഉണ്ടാവുന്നതെങ്കിലും ദർ ഇസ് ജസ്റ്റ് വിൻഡ് എന്നൊക്കെ പറയുമ്പോഴും നമ്മളിവിടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വൺസ് ദർ ഈസ് എ കംപ്ലീറ്റ് എൻഡ്, ദർ ഈസ് ഒരു സെൻറ്റൻസ്, വലിയൊരു സെൻറ്റൻസ് എഴുതി ബുദ്ധിമുട്ടി, ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് എഴുതി അവിടെ ഒരു കുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ദ എൻഡ്, ഇറ്റ് ഈസ് എ ബിഗിനിങ് ഓഫ് എ ന്യൂ സെൻറ്റൻസ്. അവിടെയാണ് ഇവിടെ ഒരു പൊൻപുലരി, ഒരു ഡോൺ എന്നൊക്കെ പറയുന്നത്. ലൈക്ക് പെർഹാപ്സ് ദർ ഈസ് എ ഡോൺ, സൺ ഗെറ്റിംഗ് റെഡി ടു കം ഔട്ട്, ഒരു ന്യൂ മോർണിംഗ് കാണിക്കുകയാണ് ഇവിടെ. ഓക്കെ, നമ്മുടെ ഈവൻ ദോ ദർ ഈസ് നോ ട്രൂത്ത് ഇൻ ദ വാൾസ് ഓഫ് ഗോഡ്, ഈവൻ ദോ ദർ ഈസ് നോ ട്രൂത്ത് എന്ന് ഞാൻ പറയാൻ കാരണം നമ്മളുടെ ബിലീഫാണ്. ഈവൻ ദോ വി ബിലീവ് ദാറ്റ് ദർ ഈസ് നോ ട്രൂത്ത് ഇൻ ദ വാൾസ് ഓഫ് ദ ഗോഡ്, there comes a time when everything is good, going to be good എന്ന് പറയാണ്. ഓക്കെ, പിന്നെ ഈ ഒരു കോക്ക് എന്ന് പറയുന്നത് ലൈക്ക് ദർ ഇസ് ഓൾസോ അനദർ ഇമേജറി ഗോയിങ് ഓൺ റിലേറ്റഡ് ടു പീറ്ററിൻ്റെ സ്റ്റോറിയിൽ. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഈവൻ പീറ്റർ ഡിഡിൻ റെക്കഗ്നൈസ് ജീസസ്, he disbelieved in Jesus more than 3 times, but still where is Peter now? He is said to be just near to Christ in heaven. So avada, even though there was times when we disbelieved God, it is clear that there is some great thing going to happen to us. So ഒരു ഹോപ്പ് വന്നു ഇവിടെ. ഹോപ്പോട് കൂടിയിട്ട് ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹിന്ദുയിസം വരാൻ പോവാണ് ഗൈസ്, ഒരു ക്രിസ്ത്യൻ തോട്ട്സ് മാറ്റി വെച്ചിട്ട്. സോ ഹീ ഈസ് ക്ലിയർലി ബാലൻസിങ് the eastern and western things, and we should be proud to be an Indian. But കാരണം one of T.S. Eliot, that American Britain great writer, ends his poem in an Indian Sanskrit note, ഉപനിഷത്തിൽ നിന്ന് എടുത്തത്. So let's see what it is. Ganga was sunken and the limb leaves waited for rain while the black clouds gathered far distant over Himavant. The jungle crouched, hummed in silence. Ganga, the sacred river which we all know. ഹോളിനെസ്സിന് പേര് കേട്ടിട്ടുള്ള ആ ഒരു ഹിന്ദു റിലീജിയനായിട്ട് ക്ലിയർ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതിന് മുകളിൽ ഗംഗ ഈവൻ ഡ്രൈഡ് അപ്പ് എന്ന് പറയുമ്പോൾ ദ ഹോൾ വേൾഡ് ഹാസ് ഡ്രൈഡ് അപ്പ് എന്ന് കംപ്ലീറ്റ് ലോസ് ഓഫ് ഹോപ്പ് ആണ് ഇവിടെ കാണുന്നതെങ്കിലും, ആൻഡ് വി സേ ദാറ്റ് അവിടെ ബ്ലാക്ക് ക്ലൗഡ്സ് ഡിനോട്ട് റെയിൻ വരുന്നതിൻ്റെ ഒരു സൂചനയാണ്. പക്ഷെ ഇവിടെ അപ്രോച്ചിങ് ഡേഞ്ചറും നമുക്ക് ഇതിലൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ആ എന്ന് പറഞ്ഞാൽ ഹിമാലയാസിൻ്റെ അവിടെയുള്ള ബ്ലാക്ക് റെയിൻ എന്നൊക്കെ പറയുന്നത് ഒരു അറ്റ് ദ സെയിം ടൈം വി ക്യാൻ സീ എ ഹോപ്പ് ഓർ എ ഡേഞ്ചർ അപ്രോച്ചിങ്, അൺസർട്ടനിറ്റി കമ്മിങ് ബൈ. നൗ നമുക്ക് വീണ്ടും ടൈറ്റിലോട്ട് പോവാം, വാട്ട് ദ തണ്ടർ സെഡ്. സോ നെക്സ്റ്റ് സ്റ്റാൻസ ടെൽസ് വാട്ട് ദ തണ്ടർ സെഡ്. Then spoke the thunder, Da, Datta, what have we given? My friend, blood shaking my heart, the awful daring of a moment's surrender, which an age of prudence can never retract.
By this and thus only we have existed, which is not to be found in our obituaries, though in memories draped by the beneficent spider, or under seas broken by the lean solitaire in our empty rooms. ഇവിടെ ക്ലിയർ ആയിട്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ദത്ത, ദയത്വം, ദമ്യത എന്ന് പറയുന്നത് ഒരു സാൻസ്ക്രിറ്റ് തോട്ടാണ്. ഇവിടെ ദൈവങ്ങളുടെ അടുത്തും മനുഷ്യരുടെ അടുത്തും ഡീമൻസിൻ്റെ അടുത്തും അവരുടെ ഫാദേഴ്സ് പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവമാണ് ഡ എന്നുള്ളത്. ആൻഡ് ദ സ്റ്റോറി ഈസ് സച്ച് ദാറ്റ് ഡ ഇസ് ടോൾഡ് ടു ഇൻ്റർപ്രറ്റ് ത്രീ മീനിങ്സ്. വാട്ട് ദ ഗോഡ്സ് തോട്ട് ഡ വാസ് ദത്ത, വിച്ച് മീൻസ് ഗീവ്, ആൻഡ് വാട്ട് ദ മെൻ തോട്ട് വാസ് ദയത്വം, വിച്ച് മീൻസ് to have compassion. What the demons thought was damyate, which means self-control, to have self-control. So അത് ആ ഒരു വേർഷൻ ഓഫ് ഫേബിൾ ആണ്. സോ ഹിയർ T.S. Eliot is telling to the men to have all the three. അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് ദത്താണ്, ഗീവ്. വാട്ട് ഹാസ് വി ഗിവൺ? നമ്മൾ ഒന്നും കൊടുത്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് ആ ഒരു മൊമെൻ്റലി പ്ലഷർ വേണ്ടി മാത്രമാണ് നമ്മൾ ജീവിച്ചിരുന്നത്. ആ ഒരു സെൽഫിഷ് ബിഹേവിയറാണ് നമുക്ക്. വിത്ത് നോ കമ്പാഷൻ അറ്റ് ഓൾ ഫോർ എനി വൺ എൽസ് അതർ ദാൻ അസ്. നമ്മളെപ്പോലും കെയർ ചെയ്യാത്തൊരു സൊസൈറ്റിയിൽ നമ്മൾ ഒരിക്കലും വേറൊരു വ്യക്തിയെ കെയർ ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ ആർക്കും ഒന്നും കൊടുക്കുന്നില്ല. പിന്നെ ഇവിടെ വീണ്ടും ആ ഒരു മൊമെൻറ്റ് സറണ്ടർ എന്ന് പറയുന്നത് വീണ്ടും ആ ഒരു സെക്ഷൽ ആക്ടിൽ, സെക്ഷൽ ലവിലേക്ക് പോകും. വിത്ത് നോ മീനിങ് ഓഫ് എനി റിലേഷൻഷിപ്പ് ഓർ കമ്പാഷൻ ബിറ്റ്വീൻ the couples. So that kind of guilt, regret full life, ആ ഒരു റിമൂവ്സ് ലൈഫിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു പോവാണ്. ആൻഡ് he says that we are all like that, and the only thing which we left is after death. മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വിൽപ്പത്രം എഴുതി വയ്ക്കും, ഇതൊക്കെ എൻ്റെ ആൾക്കാർക്കുള്ളതാണ്. പക്ഷെ മരണത്തിന് മുമ്പ് അല്ലെങ്കിൽ ആ സമയത്ത് ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ഒപ്പം ആരും ഉണ്ടാവില്ല. ആൻഡ് ദ ഓൺലി തിങ് ഇസ് ലൈക്ക് ഒരു സോളിസിറ്ററിന് കൊടുക്കുകയാണ്, ഒരു വക്കീലിന് കൊടുക്കുമ്പോൾ ആളത് തുറന്നു നോക്കുന്ന ആൾ ഇന്ന ആൾക്കാർക്കാണ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കുമ്പോഴല്ലേ അതിനൊരു മീനിങ് ഉള്ളൂ. അല്ലാതെ മരിച്ചിട്ട് കൊടുത്തിട്ട് മരിക്കണത് വരെ നമ്മളത് ഫുള്ള് കെട്ടിപ്പിടിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് മരിച്ചപ്പോൾ എന്നാൽ വെച്ച് കഴിഞ്ഞാൽ എനിക്കിനി അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എന്നുള്ള രീതിയിൽ കൊടുക്കുന്നതിന് പകരം ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കുമ്പോൾ ഇത്രയും കൂടിയുള്ളൊരു പലരുടെയും ഹാപ്പിനെസ് നമുക്ക് കാണാൻ പറ്റുമെന്നാണ് ക്ലിയർ ആയിട്ട് പറയുന്നത്. കാരണം നമ്മൾ കൂടുതലും മണി ഒബ്സസ്ഡ് ആണ്. ആ മണി ഒബ്സഷൻ, ആ ഒരു സെൽഫിഷ്നെസ് ആണ് ഇവിടെ കാണിക്കുന്നത്. മരിച്ചു കഴിഞ്ഞിട്ട് കൊടുക്കുക എന്നുള്ളത്, അതുവരെ നമ്മൾ അതിനെ എല്ലാം സുഖിച്ച് എടുത്ത് വെച്ചിട്ട്. സോ ക്ലിയർലി ദർ ഈസ് സംതിങ് കോൾഡ് ആൻ ഇമേജറി, മോർ ഓഫ് ലൈക്ക് വി ഷുഡ് ഗീവ്. അതായത് എനിക്ക് വലിയ ആളാവാൻ വേണ്ടിയിട്ടല്ല ഞാൻ കൊടുക്കേണ്ടത്, അത് എൻ്റെ ഒരു ഡ്യൂട്ടി ആയിട്ട് നമ്മൾ അതിനെ ഒരു സെൽഫ്ലെസ് ആക്റ്റായിട്ട് വേണം നമ്മളത് കൊടുക്കാൻ. പിന്നെയും ചിലവരുണ്ട് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടാത്തത്, പക്ഷെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളതിനെ വേണം നമ്മൾ ഷെയർ ചെയ്യാൻ എന്നാണ് പറയുന്നത്. So let's continue. Next, da, dayatvam. I have heard the key turn in the doors once and turn once only. We think of the key, even each in his prison. Thinking of the key, each confirm a prison. Only at nightfall, ethereal rumors revive for a moment, broken Coriolanus. So Coriolanus എന്ന് പറയുന്ന ആ ഷേക്സ്പീരിയൻ ക്യാരക്ടറാണ്. ലൈക്ക് ഒരു പ്രൈഡിന് വേണ്ടിയിട്ട് ഒരു സോൾജിയറിൻ്റെ ആക്ട് ചെയ്ത് മോർ ദാൻ ഹിസ് ഡ്യൂട്ടി കാണിക്കുന്നതാണ് അവിടെ. സോ ഇത് വീണ്ടും ഒരു കമ്പാഷൻലെസ്നെസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഹി സേസ് ദാറ്റ് വൺ ഷുഡ് ഹാവ് സിമ്പത്തൈസ് ഫോർ അതേഴ്സ്. നമ്മൾ നമ്മുടേതായിട്ടുള്ള പ്രിസണിലാണ്. അതൊരു ഡാൻറ്റേസ് ഇൻഫേർണോ അല്യൂഷനാണ്. കാരണം നമ്മൾ ആ ഒരു പ്രിസണിലാണ്. വി ഷുഡ് ഹാവ് കമ്പാഷൻ ബട്ട് ദർ ഇസ് നോ കമ്പാഷൻ. ആൻഡ് ദ ഓൺലി ക്വസ്റ്റ്യൻ വി ആസ്ക് ഇസ് വാട്ട് ഈസ് ദാറ്റ് കീ ടു ഹെൽപ്പ് അവർ സെൽഫ്, ആൻഡ് വാട്ട് ഈസ് ദ ഓൺലി വേ ഔട്ട്, ആൻഡ് ഹൂ ഈസ് എ കീ ഹോൾഡർ. ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസിൻ്റെ ഇടയിൽ നമ്മളങ്ങോട്ട് പെട്ടുപോകും. പക്ഷെ അവിടെ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ഫോർഗെറ്റ് ദാറ്റ് വി ആർ ഓൾ പ്രിസണേഴ്സ് ആൻഡ് വി ജസ്റ്റ് ഡോണ്ട് കെയർ അബൌട്ട് അതേഴ്സ്. നമ്മൾ നമ്മുടെ ആ ഒരു ഹോൾ വേൾഡ്, ആ ഒരു 4 ബോക്സ്, ആ 4 വാൾസിൻ്റെ ഉള്ളിൽ നമ്മൾ ജീവിച്ച് തീർക്കുകയാണ് നമ്മുടെ ലൈഫ്. വിത്ത് നോ കമ്പാഷൻ ഫോർ അതേഴ്സ്, നോ സിമ്പത്തി ഫോർ അതേഴ്സ്. വി ജസ്റ്റ് ഹോൾഡ് എവറിത്തിങ് ടുഗെദർ തിങ്കിങ് ദാറ്റ് വി ഷുഡ് ലൈക്ക് ഒരു ഈഗോ സെൻട്രിക് ആയിട്ടുള്ള മനുഷ്യനെ കാണിക്കുന്നതാണ്. നമ്മളതെല്ലാം മുകളോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു രീതിയിലാണ് ഇവിടെ കാണുന്നത്. ലെറ്റ്സ് കണ്ടിന്യൂ. ദ തേർഡ് പാർട്ട് ഇസ് ദമ്യത. ദ ബോട്ട് റെസ്പോണ്ടഡ് gaily to the hand expert with a sail and an oar. The sea was calm. Your heart would have responded gaily when invited, beating obedient to controlling hands. ഇവിടെ വീണ്ടും ആ ഒരു കംപ്ലീറ്റ് ഹോപ്പ് കാണുകയാണ്. കാരണം ദമ്യത എന്ന് പറഞ്ഞാൽ സെൽഫ് കൺട്രോളാണ്. നമ്മളുടെ ലൈഫിൽ ഒരു സെൽഫ് കൺട്രോൾ ഇല്ലാതിരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക്
വേറൊരു വ്യക്തിയുടെ ആവശ്യം വരിക എന്ന് പറയുന്നത്. ദാറ്റ് ദ റിയൽ മാൻ ഹു ക്യാൻ കൺട്രോൾ the sea of our life, which indicates Jesus controlling the sea. There should be that hand of God. There should be that spiritual side to us. നമ്മുടെ സെൽഫിഷ് കറപ്റ്റഡ് ലവ് മാറ്റി നമ്മൾ എന്തെങ്കിലും കൊടുക്കുക, നമ്മളുടെ ഐസൊലേഷൻ, ഒറ്റയ്ക്കുള്ള ആ ഒരു കൺഫൈൻഡ് പ്രിസൺമെൻറ്റ് മാറ്റിയിട്ട് വി ഷുഡ് ഫൈൻഡ് അവർ സെൽഫ് എ കീ ആൻഡ് ബി കമ്പാഷനേറ്റ്. ആൻഡ് in this wasteland, man cannot leave that easily unless he finds a way home. അതിനുവേണ്ടി നമ്മൾ ആ ഒരു സ്പിരിച്വൽ ഹെൽപ്പ് നോക്കണം, ഒരു ഗൈഡിനെ ആവശ്യമുണ്ട് എന്നാണ് ഇതിലൂടെ നമ്മുടെ T.S. എലിയറ്റ് പറയുന്നത്. ലെറ്റ് മീ കൺക്ലൂഡ് with the last stanzas. I sat upon the shore fishing with a great plain behind me. Shall I at least set my land in order? ഇവിടെ ഒരു ഹോപ്പ്ലെസ് സൈഡ് നമുക്ക് കാണാമെങ്കിലും ദർ ഈസ് അറ്റ്ലീസ്റ്റ് ദ പോയറ്റ് തിങ്കിങ് ദാറ്റ് ഹി ഷുഡ് ലൈക്ക് ഫേസ് ഇറ്റ്, ഹി ഷുഡ് ചേഞ്ച് എവറിത്തിങ് എന്ന് നമ്മൾ കാണുകയാണ്. വീണ്ടും ലാസ്റ്റ് ഭാഗത്തിലേക്ക് ഒരു റൈം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് മൾട്ടിപ്പിൾ വോയിസസ് വരുന്നുണ്ട്. ലണ്ടൻ ബ്രിഡ്ജസ് ഫാളിങ് ഡൗൺ ഫാളിങ് ഡൗൺ ഫാളിങ് ഡൗൺ, പോയസോ എക്കോസ് നെൽ ഫുക്കു ചേഗ്ലെ എഫിന്ന ക്വെൻഡോ ഫിയാം ഉത്തി സിൽഡൻ ഓ സ്വാലോ സ്വാലോ. ലൈക്ക് ഫസ്റ്റ് ലൈൻ ലണ്ടൻ ബ്രിഡ്ജസ് ഫാളിങ് ഡൗൺ എന്ന് പറയുന്നത് ഒരു നഴ്സറി റൈമാണ്, പക്ഷെ അതിനെ ഇവിടെ വേസ്റ്റ് ലൈനിൽ കൊണ്ടുവരുമ്പോൾ ഒരു ക്രീപ്പി ഇമേജറീസ് വരുന്നുണ്ടല്ലേ. ഓക്കെ, ആൻഡ് ഹിയർ എലിയറ്റ് മീൻസ് ഇൻ ദീസ് ഫസ്റ്റ് ലൈൻ ഈസ് ദ ഡെപ്പിക്ഷൻ ഓഫ് ദ കൊലാപ്സ് ഓഫ് ദ വെസ്റ്റേൺ കൾച്ചർ. പിന്നെ ഡാൻറ്റേയുടെ ഇൻഫെർണോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ലേറ്റഡ് എസ് ദ ഹീ ഹിഡ് ഹിംസെൽഫ് ഇൻ ദ ഫയർ വിച്ച് റിഫൈൻസ് ഹിം. ഫയർ എന്ന് പറയുന്നത് ഒരു ഡാർക്ക് ഇമേജ് ഓഫ് ഹെൽ ആണ് തരുന്നതെങ്കിലും പക്ഷെ അവിടെ ഒരു റിഫൈൻമെൻറ്റ് സംഭവിക്കുകയാണ്, ഒരു പ്യൂരിഫിക്കേഷൻ സംഭവിക്കുകയാണ്. ഫയർ എന്ന് പറയുന്നത് പ്യൂരിറ്റിയുടെ ഒരു സിമ്പലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ്. ക്ലിയർലി ഇൻ ഹിന്ദു മിത്ത് ഇറ്റ് ഷോസ് ദാറ്റ് പ്യൂരിറ്റി. സോ ഒരു പ്യൂരിഫിക്കേഷൻ, ഒരു റിഫൈൻമെൻറ്റ് കാണിക്കുകയാണ്. ആൻഡ് ദെൻ ഹി സേസ് ദാറ്റ് വെൻ ഷാൽ ഐ ബി ആസ് എ സ്വാളോ, ലൈക്ക് ഒരു നൈറ്റിംഗെയിലായിട്ട് പറന്ന് പാടി നടന്നതുപോലെ ഹീ ടു ഹോപ്സ് ദാറ്റ് ഹീ ക്യാൻ ബി എ സ്വാലോ. അതായത് ഇതിൽ നിന്ന് എസ്കേപ്പ് ചെയ്തിട്ട് വേറെ എവിടെയെങ്കിലും ദൂരെ പോയിട്ട് പാട്ട് പാടാനുള്ള ഒരു അവസരം കിട്ടിയെങ്കിൽ എന്നുള്ളൊരു രീതിയിലാണ് പറയുന്നത്. ടു എസ്കേപ്പ് ഓഫ് കോഴ്സ്, മേ ബി ദാറ്റ് ഡിനോട്ട്സ് എ ഡെത്ത് ഈവൻ, ദ പോയിറ്റ്സ് ഡെത്ത്. Le prince de acunst a loto aboli. This fragment I have showed against my ruins. So the prince of acquainted in the ruined tower എന്നാണ് പറയുന്നത്. ആ ഒരു ക്രംപ്ലിംഗ് സിവിലൈസേഷനെ കാണിക്കാനാണ്, വേറെ ഒന്നുമല്ല. പിന്നെ ഇവിടെ ക്ലിയർ ആയിട്ട് ആ ഒരു വെരി ദീസ് ഫ്രാഗ്മെൻറ്റ്സ് ഐ ഹാവ് ഷോഡ് അഗെൻസ്റ്റ് മൈ റൂയിൻസ് എന്ന് പറയുന്നത് ലൈക്ക് ഹി ഹാസ് ടേക്കൺ ബ്രോക്കൺ ഫ്രാഗ്മെൻറ്റ്സ് ഫ്രം ഓൾ കൾച്ചേഴ്സ്, എല്ലാ കൾച്ചേഴ്സിൽ നിന്നും ആ ബ്രോക്കൺ ഫ്രാഗ്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ട് ആ ഒരു കുറേ റെഫറൻസസ്, ഈ കുറേ അല്യൂഷൻസ് അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. ഇതിന് ഈ വേസ്റ്റ് ലൈനിലോട്ട് എല്യൂഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ജോയിൻ ചെയ്യിക്കുന്നുണ്ട്, ഫിക്സ് ചെയ്യുന്നുണ്ട്. കുറേ ബ്രോക്കൺ ഇമേജസ് ഇതിൽ കൊണ്ടുവന്നിട്ട് ഫിക്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി ഹോപ്സ് ദാറ്റ് ഹി ഹാസ് ഫിക്സ്ഡ് സംതിങ്. കുറേ പീസസ് എടുത്തുകൊണ്ട് വന്നിട്ട് ആ ഒരു ഗ്ലോറിയസ് ഹൈ കൾച്ചേർഡ് പാസ്റ്റ്, കുറേ പോയംസിൽ നിന്നുള്ള റെഫറൻസസ്, ഇപ്പോൾ ടെമ്പസ്റ്റിൽ നിന്നായിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനെ കുറേ വേർഡ്സ് കൊണ്ടുവന്നിട്ട് ഹി ഫീൽസ് ദാറ്റ് മോസ്റ്റ് ഹി ക്യാൻ ഡൂ നൗ ഫോർ ദ വെസ്റ്റേൺ കൾച്ചർ. അത് അദ്ദേഹത്തിന് ഇതായിരിക്കും ചെയ്യാൻ പറ്റുക. ദിസ് ഈസ് ദ ലീസ്റ്റ് തിങ് ഹി ക്യാൻ ഡൂ ഫോർ ഹിം ഓർ ദ വേൾഡ്, ദ വെസ്റ്റേൺ വേൾഡ്, ബ്രോക്കൺ വെസ്റ്റേൺ കൾച്ചർ എന്നാണ് അദ്ദേഹം പറയുന്നത്. Why then lie fit you harmony mad again? ഇവിടെ വീണ്ടും സ്പാനിഷ് ട്രാജഡിയിലേക്ക്, അത് തോമസ് കിഡിൻ്റെ സ്പാനിഷ് ട്രാജഡി എന്നുള്ള ഒരു വർക്കിലേക്കാണ്. ഓ ഐ ഹാവ് ഗിവൺ യു എ പ്ലേ ഓൾ റൈറ്റ്, യു വാണ്ട് എ പോയം, ഹിയർ ഈസ് എ പോയം എന്നുള്ളൊരു രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് ഹി എൻഡ്സ് ഇറ്റ് വിത്ത് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലൈൻസ് ഫ്രം സാൻസ്ക്രിറ്റ്. ദത്ത ദയത്വം ദമ്യത ശാന്തി ശാന്തി ശാന്തി, പീസ് 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 അല്ലേ. ആ ഒരു ശാന്തി, ആ ഒരു ഈസ്റ്റേൺ കൾച്ചർ ഒക്കെ കൊണ്ടുവന്നിട്ടാണ് T.S. Eliot ends it telling that just be in peace and go with the flow and you shall have a better dawn. Thank you.